നമ്മൾ ചില ഹൊറർ മൂവീസിലൊക്കെ കണ്ടിട്ടുണ്ട് പ്രേതത്തിൻ്റെ കണ്ണിൽ നിന്നും ഒരു തീ അല്ലെങ്കിൽ ഒരു പ്രകാശം വെളിയിലേക്ക് വരുന്നതായിട്ട്. നമ്മളും ഒരു വസ്തുവിനെ നോക്കുമ്പോൾ നമ്മുടെ കണ്ണിൽ നിന്നും അതുപോലെ ഒരു പ്രകാശം ഉണ്ടായി വരും, ആ വസ്തുവിൽ പോയി പതിക്കും, അങ്ങനെ ആ വസ്തുവിന് ഒരു നിറവും രൂപവും ഒക്കെ ഉണ്ടാകും. അത് അങ്ങനെ നമ്മൾ കാണുന്നു. ഞാൻ എന്ത് മണ്ടത്തരമാണ് ഈ പറയുന്നതെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞതല്ല, 2000 വർഷങ്ങൾക്ക് മുമ്പ് അതിപ്രശസ്തരായിട്ടുള്ള ഫിലോസഫേഴ്സ് പറഞ്ഞ കാര്യമാണ്. പറഞ്ഞു വരുന്നത് അരിസ്റ്റോട്ടലിനെ കുറിച്ചും പ്ലേറ്റോയെക്കുറിച്ചും യൂക്ലിഡിനെക്കുറിച്ചും ഒക്കെയാണ്. അതൊരു തുടക്കമായിരുന്നു, ശാസ്ത്രത്തിൻ്റെ തുടക്കമെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതിനുശേഷം ഓരോ നൂറ്റാണ്ടുകളിലും വ്യത്യസ്തരായിട്ടുള്ള നിരവധി ഗവേഷകർ വന്നു. ആ ഗവേഷകരൊക്കെ അവർക്ക് മുൻപുണ്ടായിരുന്ന ഗവേഷകരുടെ തെറ്റുകൾ തിരുത്തി ശാസ്ത്രത്തെ ഏറ്റവും മികച്ചതാക്കി മാറ്റിക്കൊണ്ടേയിരുന്നു. അങ്ങനെയാണ് പ്രകാശത്തിൻ്റെ യഥാർത്ഥ രഹസ്യങ്ങൾ മനസ്സിലാക്കാനും അതൊക്കെ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന നൂതനമായിട്ടുള്ള സാങ്കേതിക വിദ്യകളാക്കി മാറ്റാനും സാധിച്ചത്. നിരവധി ഗവേഷകരാണ് ഈ ഒരു ഘട്ടങ്ങളിലൂടെ കടന്നുപോയത്. അതിൽ അതിപ്രശസ്തരായിട്ടുള്ള നിരവധി പേരുണ്ട്. ഗലീലിയോ ഗലീലി വരുന്നുണ്ട്, ഐസക് ന്യൂട്ടൺ വരുന്നുണ്ട്, ജെയിംസ് ക്ലർക്ക് മാക്സ്വെൽ വരുന്നുണ്ട്, മാക്സ് പ്ലാങ്കും ആൽബർട്ട് ഐൻസ്റ്റീനും വരുന്നുണ്ട്. അവസാനം പറഞ്ഞ 2 പേരുകൾ മാക്സ് പ്ലാങ്കും ആൽബർട്ട് ഐൻസ്റ്റീനും ഇതേ മേഖലയിൽ തന്നെ നൊബേൽ പുരസ്കാരം ലഭ്യമായിട്ടുള്ള ഗവേഷകരാണ്. ഈ ഒരു ചരിത്രത്തിലൂടെ അല്ലെങ്കിൽ ഈ ഒരു ശാസ്ത്രത്തിൻ്റെ ക്രോണോളജിക്കൽ ഓർഡറിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം, മാക്സ് പ്ലാങ്കിനും ആൽബർട്ട് ഐൻസ്റ്റീനും നൊബേൽ പുരസ്കാരം കിട്ടിയത് അവരുടെ മാത്രം കണ്ടെത്തലിനായിരുന്നില്ല. ഇത്രയധികം വർഷങ്ങൾ നീണ്ടിട്ടുള്ള ഗവേഷകരുടെ ആ കൂടിച്ചേരലിൻ്റെ ഒരു കൂട്ടായ്മയ്ക്ക് ലഭ്യമായിട്ടുള്ള നൊബേൽ പുരസ്കാരമാണ്. ഇവർ 2 പേരുടെയും ആ നൊബേൽ പ്രൈസ് കിട്ടുന്നതിന് മുമ്പുണ്ടായിരുന്ന സാഹചര്യം വലിയ പ്രോബ്ലമായിരുന്നു. ഉത്തരം കിട്ടാത്ത ഒരു വലിയ പ്രോബ്ലത്തിൽ എത്തിച്ചേർന്നപ്പോൾ ആ പ്രോബ്ലത്തിന് ഉചിതമായിട്ടുള്ള ഒരു സൊല്യൂഷനാണ് ഇവർ 2 പേരും കൊടുത്തത്. വളരെയധികം കഷ്ടപ്പെട്ട് നിരവധി റിസർച്ചുകൾ നടത്തിയതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എത്ര ഡ്യൂറേഷൻ ഉണ്ടാകുമെന്ന് എനിക്കിപ്പോൾ പറയാൻ സാധിക്കുകയില്ല, എന്നാലും ഏകദേശം 1 മണിക്കൂറോളം ഡ്യൂറേഷൻ വരുന്നതാണ്. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്ക് പ്രകാശത്തെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങാം. അതിനു മുമ്പ് നിങ്ങൾ എനിക്ക് ഒരു 30 സെക്കൻഡ് തരണം. ആസ്ട്രോഫിസിക്സ് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി ഞാനൊരു ഓൺലൈൻ സർട്ടിഫിക്കേഷൻ കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ആ കോഴ്സിൻ്റെ ഭാഗമായി ഗവേഷകരോടൊപ്പം ചേർന്ന് റിസർച്ച് ചെയ്യാനും അതൊരു ശാസ്ത്ര പ്രബന്ധമാക്കി പബ്ലിഷ് ചെയ്യാനുമുള്ള അവസരം നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. കോഴ്സിൽ രജിസ്റ്റർ ചെയ്യാനായിട്ട് ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് കൊടുത്തിരിക്കുന്ന ലിങ്ക് പരിശോധിക്കുക. കോഴ്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇമെയിലിലൂടെയോ ഫേസ്ബുക്കിലൂടെയോ ഇൻസ്റ്റാഗ്രാമിലൂടെയോ എന്നോട് സംസാരിക്കാവുന്നതാണ്. അതിൻ്റെ ലിങ്കുകളും ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ കൊടുത്തിട്ടുണ്ട്. 2-ാം നൂറ്റാണ്ടിലാണ് ടോളമി അതുവരെ ആരും പറഞ്ഞിട്ടില്ലാത്ത പ്രകാശത്തിൻ്റെ 2 സ്വഭാവങ്ങളെക്കുറിച്ച് പറഞ്ഞത്. ഒന്ന് റിഫ്ലക്ഷൻ, മറ്റൊന്ന് റിഫ്രാക്ഷൻ. നമ്മളൊരു കണ്ണാടിയുടെ മുൻപിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ തന്നെ കാണാൻ സാധിക്കും. അതിൻ്റെ കാരണം റിഫ്ലക്ഷൻ ആണെന്ന് ടോളമി പറഞ്ഞു. പ്രകാശം നമ്മളിൽ തട്ടി മുൻപിലുള്ള കണ്ണാടിയിൽ പോയി തട്ടുന്നു. ആ തട്ടുന്ന പ്രകാശം അവിടെ നിന്നും റിഫ്ലക്റ്റ് ചെയ്ത് അല്ലെങ്കിൽ അതിൽ നിന്നും പ്രതിഫലിച്ച് നമ്മുടെ കണ്ണിലേക്ക് തന്നെ വരുന്നു. അങ്ങനെ കണ്ണാടിയിൽ നോക്കുമ്പോൾ നമ്മളെ തന്നെ കാണാൻ സാധിക്കും. ഒരു കുപ്പി ഗ്ലാസിനുള്ളിൽ നിങ്ങൾ വെള്ളം എടുക്കുക, ആ വെള്ളത്തിൻ്റെ ഉള്ളിലേക്ക് ഒരു പേനയോ പെൻസിലോ നിങ്ങൾ മുക്കി വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ ആ ജലത്തിൻ്റെ അതിർത്തിയുടെ ഭാഗത്ത് പെൻസിൽ ഒടിഞ്ഞു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതിൻ്റെ പിന്നിലുള്ള കാരണം പ്രകാശത്തിൻ്റെ റിഫ്രാക്ഷൻ എന്ന പ്രതിഭാസമാണ്. ഈ 2 പ്രോപ്പർട്ടിയെക്കുറിച്ചും അദ്ദേഹം വിവരിക്കുകയും അതിനെ ബേസ് ചെയ്തിട്ടുള്ള മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് ഉണ്ടാക്കുകയും ചെയ്തു. നിലവിൽ നമ്മൾ ആ ഇക്വേഷനൊന്നും ഉപയോഗിക്കുന്നില്ല, പക്ഷേ 1500 വർഷങ്ങൾ ഈ ഇക്വേഷനാണ് ഗവേഷകർ ഫോളോ ചെയ്തിരുന്നത്. അതിനൊക്കെ വർഷങ്ങൾക്ക് ശേഷം ഏതാണ്ട് ഒരു 800 വർഷങ്ങൾ കൂടി കഴിഞ്ഞ് 1000 AD അടുപ്പിച്ചുള്ള കാലഘട്ടത്തിലാണ് ഒരു ഇതിഹാസം ജന്മം കൊള്ളുന്നത്. അൽ ഹസൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അറേബ്യൻ നാട്ടിൽ ജീവിച്ചിരുന്ന വ്യക്തിയാണ്. അദ്ദേഹം അതിപ്രഗത്ഭനായിട്ടുള്ളൊരു വ്യക്തിയാണ്. പക്ഷേ നമ്മുടെ ശാസ്ത്ര പുസ്തകത്തിലൊന്നും അദ്ദേഹത്തിൻ്റെ പേര് പ്രതിപാദിക്കുന്നില്ല. പ്രകാശവുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിസർച്ചിൽ ഐസക് ന്യൂട്ടനേക്കാളും ഗലീലിയേക്കാളും ഒക്കെ ഞാൻ ഏറ്റവും കൂടുതൽ മൂല്യം കൊടുക്കുന്നത് അൽ ഹസന് തന്നെയായിരിക്കും. അദ്ദേഹം ഒപ്റ്റിക്സുമായി ബന്ധപ്പെട്ട് 7 വോള്യമുള്ള പുസ്തകങ്ങളാണ് രചിച്ചത്. ബുക്സ് ഓഫ് ഒപ്റ്റിക്സ് എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത്. അദ്ദേഹം രചിക്കുമ്പോൾ അതിന് അങ്ങനെയുള്ളൊരു പേരല്ല, പിന്നീടാണ് അതിന് ഇംഗ്ലീഷിലുള്ള പേര് ലഭിച്ചത്. ഇവിടുത്തെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് അദ്ദേഹം ഒരു ജയിലറയ്ക്കുള്ളിൽ കിടന്നുകൊണ്ടാണ് ഈ ഗവേഷണങ്ങളൊക്കെ നടത്തിയത്.
ആ പുസ്തകങ്ങളിലൊക്കെ പ്രകാശത്തെക്കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അതിനു മുൻപുണ്ടായിരുന്ന ആളുകളൊക്കെ കരുതിയിരുന്നത് കണ്ണിൽ നിന്ന് വെളിയിലേക്ക് വരുന്ന പ്രകാശം കാരണമാണ് നമുക്ക് വസ്തുക്കളെ കാണാൻ സാധിച്ചിരുന്നതെന്നാണ്. എന്നാൽ ഇദ്ദേഹമാണ് കണ്ണിലേക്ക് പ്രകാശം വരുന്ന കാര്യം പറഞ്ഞത്. മാത്രമല്ല, നമ്മുടെ കണ്ണിൻ്റെ ഡയഗ്രം പോലും അദ്ദേഹം വരച്ചിട്ടുണ്ട്. എങ്ങനെയാണ് പ്രകാശം വരുന്നതെന്നും എങ്ങനെയാണ് നമുക്ക് കാഴ്ചകൾ കാണാൻ സാധിക്കുന്നതെന്നും വ്യക്തമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ ഡയഗ്രവുമായിട്ട് അതിന് ഒത്തിരി വ്യത്യാസമുണ്ടെങ്കിൽ പോലും ആ കാലഘട്ടത്തിൽ അതൊരു വലിയ നേട്ടം തന്നെയാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞത് വെറും ഒരു ഉദാഹരണം മാത്രമാണ്. അങ്ങനെ നിരവധി കാര്യങ്ങളാണ് പ്രകാശവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം രചിച്ചത്. ഇത്രയധികം പ്രശസ്തനായിട്ടും ഇത്രയും വലിയ പുസ്തകങ്ങൾ എഴുതിയിട്ടും എന്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേര് നമ്മുടെ ശാസ്ത്ര പുസ്തകത്തിലൊന്നും പ്രതിപാദിക്കാത്തത്? അതിൻ്റെ കാരണം അദ്ദേഹം ആ പുസ്തകം എഴുതാനായി ഉപയോഗിച്ച ഭാഷയാണ്. അറബി ഭാഷയിലാണ് അദ്ദേഹം അത് രചിച്ചത്. ആ കാലഘട്ടത്തിൽ അറബി വായിക്കാൻ അറിയാവുന്ന യൂറോപ്യൻസ് ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ യൂറോപ്യൻ ഗവേഷകരുണ്ടായിരുന്നില്ല. അവർ പ്രധാനമായും ലാറ്റിൻ ഭാഷയാണ് ഉപയോഗിച്ചിരുന്നത്. ആ കാലഘട്ടങ്ങളിലൊക്കെ തന്നെയും ഗവേഷണങ്ങൾ യൂറോപ്പ് കേന്ദ്രീകരിച്ചാണ് നടന്നിരുന്നത്. മറ്റു രാജ്യങ്ങളിലും ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലും ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ ആ ഗവേഷണമൊന്നും മറ്റ് ഭാഗങ്ങളിൽ, ലോകത്തിൻ്റെ മറ്റ് കോണുകളിൽ എത്തിച്ചേരുന്നില്ല. നമ്മൾ ഒരു കണ്ടുപിടുത്തം നടത്തിയതുകൊണ്ട് മാത്രം കാര്യമില്ല, അത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കണം. ഈ കാലഘട്ടത്തിലും അങ്ങനെ തന്നെയാണ്. നമ്മളൊരു കണ്ടുപിടുത്തം നടത്തിയാൽ അത് തീർച്ചയായിട്ടും നമ്മൾ ഒരു ഇൻ്റർനാഷണൽ കോൺഫറൻസിൽ പബ്ലിഷ് ചെയ്യണം. അങ്ങനെയാണ് ലോകത്തുള്ള മറ്റ് ഗവേഷകർ അത് അറിയുന്നത്. യൂറോപ്പിലുള്ള ഗവേഷകർ അവരുടെ കണ്ടുപിടുത്തങ്ങൾ മറ്റുള്ള ആളുകളിലേക്ക് പുസ്തക രൂപത്തിൽ എത്തിക്കാനായിട്ട് ശ്രമിക്കുമായിരുന്നു. അങ്ങനെയാണ് വലിയൊരു സ്വീകാര്യത അവർക്ക് ലഭിക്കുന്നത്. അവർ ഈ ഘട്ടങ്ങളിലൊന്നും അൽഹസൻ്റെ പുസ്തകങ്ങൾ വായിക്കുന്നില്ല. പിന്നീട് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകം ലാറ്റിൻ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. അത് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോഴേക്കും അദ്ദേഹം കണ്ടുപിടിച്ച കണ്ടുപിടുത്തങ്ങളൊക്കെ, അല്ലെങ്കിൽ അതിന് സമാനമായിട്ടുള്ള കണ്ടുപിടുത്തങ്ങൾ മറ്റ് ഗവേഷകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നു. 1596 ഫ്രാൻസിൽ ജനിച്ച പ്രശസ്തനായ ഒരു ഫിസിസിസ്റ്റും മാത്തമാറ്റീഷ്യനും ഒരു ഫിലോസഫറുമായിരുന്നു റെനെ ഡെസ്കാർട്ടിസ്റ്റ്. അദ്ദേഹം കാർട്ടീഷ്യനിസത്തിൻ്റെ ഒരു വക്താവ് കൂടിയാണ്. കാർട്ടീഷ്യനിസം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഒരു ശാസ്ത്രീയമായിട്ടുള്ള പഠനം നടത്തുമ്പോൾ നമ്മുടെ മുൻപിൽ കാണുന്ന കാര്യങ്ങൾ മാത്രമല്ല നമ്മൾ വിലയിരുത്തേണ്ടത്, അതിന് പിന്നിലുള്ള മാത്തമാറ്റിക്കലായിട്ടുള്ള സമവാക്യങ്ങൾ കൂടി നമ്മൾ സോൾവ് ചെയ്യണം. എങ്കിൽ മാത്രമേ ശാസ്ത്രീയമായിട്ടുള്ള പഠനം പൂർത്തിയാകൂ. അതിനുശേഷമാണ് ശാസ്ത്രീയമായിട്ടുള്ള കണ്ടുപിടുത്തങ്ങൾ അല്ലെങ്കിൽ എക്സ്പെരിമെൻറ്റുകളിൽ ഗണിതശാസ്ത്രം കൂടി കടന്നു വരുന്നത്. അദ്ദേഹം രചിച്ച ലേ ഡയോപ്ട്രിക് എന്ന ഒരു പുസ്തകത്തിൽ അദ്ദേഹം എങ്ങനെയാണ് നമുക്ക് കാഴ്ച കാണാൻ സാധിക്കുന്നതെന്ന് വിവരിക്കുന്നുണ്ട്. പ്രകാശം ഒരു വസ്തുവിൽ വന്ന് തട്ടുകയും ആ പ്രകാശം പിന്നീട് നമ്മുടെ കണ്ണിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് ആ വസ്തുവിനെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതേ കാര്യം തന്നെ ഏതാണ്ട് 600 വർഷങ്ങൾക്ക് മുമ്പ് അൽഹസൻ പറഞ്ഞതാണ്. പക്ഷേ ആ പുസ്തകം ആർക്കും വന്ന് വായിക്കാൻ സാധിക്കുമായിരുന്നില്ല. റെനെ ഡെസ്കാർട്ടസിൻ്റെ കാലഘട്ടത്തിൽ തന്നെ ജീവിച്ചിരുന്ന ഒരു ഡച്ച് സയൻറ്റിസ്റ്റാണ് വിൽ ബ്രെറാഡ് സ്നെൽ. അദ്ദേഹം സ്നെൽസ് ലോ എന്ന പേരിൽ ഒരു നിയമം കണ്ടെത്തി. റിഫ്രാക്ഷൻ്റെ പിന്നിലുള്ള ഒരു മാത്തമാറ്റിക്കൽ സമവാക്യമാണ് അദ്ദേഹം ഉണ്ടാക്കിയത്. പക്ഷേ അദ്ദേഹം അത് പബ്ലിഷ് ചെയ്യാൻ കുറേയധികം വർഷങ്ങൾ വേണ്ടി വന്നു. അദ്ദേഹം പബ്ലിഷ് ചെയ്യുന്നതിന് മുൻപ് തന്നെ റെനെ ഡെസ്കാർട്ടെ അതിന് സമാനമായിട്ടുള്ള ഒരു സമവാക്യം നിർമ്മിച്ചു. അത് പബ്ലിഷ് ചെയ്യുകയും ഉണ്ടായി. ഡെസ്കാർട്ടയുടെ സമവാക്യം വന്നതിന് ശേഷം മാത്രമാണ് സ്നെല്ലിൻ്റെ സമവാക്യം വന്നത്. എങ്കിൽ പോലും നമ്മൾ ആ രണ്ട് പേരുടെയും പേര് കൂട്ടിച്ചേർത്ത് ഒരൊറ്റ സമവാക്യമായിട്ടാണ് ഇപ്പോൾ പഠിക്കുന്നത്. സ്നെൽ ഡെസ്കാർട്ടെ സമവാക്യം എന്ന പേരിൽ അത് അറിയപ്പെടുന്നു. നമ്മൾ +1 +2 തലത്തിൽ അത് പഠിക്കുന്നുമുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ളൊരു സമവാക്യമാണ്. n1 sin θ1 = n2 sin θ2. ഞാൻ ആദ്യം ഒരു ഉദാഹരണം പറഞ്ഞിരുന്നല്ലോ. ഒരു ഗ്ലാസ്സിലേക്ക് നമ്മൾ ഒരു പെൻസിൽ ഇറക്കുന്നു. ആ ഗ്ലാസിൻ്റെ പകുതിയോളം ജലമുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ പെൻസിൽ ഒടിയുന്നതായിട്ടായിരിക്കും നമുക്ക് കാണാൻ കഴിയുന്നത്. ആർക്കും അതിൻ്റെ ഉത്തരം പറയാൻ സാധിക്കുമായിരുന്നില്ല. ആ ഉത്തരമാണ് ഈ ഒരു സമവാക്യത്തിലൂടെ കണ്ടെത്തിയത്. ഏതാണ്ട് ഇതേ കാലഘട്ടത്തിൽ തന്നെ 1609 ഗലീലിയോ ഗലീലി ആദ്യമായി ടെലസ്കോപ്പ് ഉപയോഗിച്ച് വാന നിരീക്ഷണം നടത്തി. ഗലീലിയോ അല്ല ആദ്യമായിട്ട് ടെലസ്കോപ്പ് ഉപയോഗിക്കുന്നത്. അത് കണ്ടുപിടിച്ചതും ഗലീലിയോ അല്ല. ഗലീലിയോയ്ക്ക് മുൻപും ടെലസ്കോപ്പുകൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷേ അത് ഉപയോഗിക്കുന്നത് വാന നിരീക്ഷണത്തിന് വേണ്ടിയല്ല. അങ്ങനൊരു കാര്യത്തെക്കുറിച്ച് ആരും ചിന്തിച്ചിട്ട് പോലുമില്ല. ടെലസ്കോപ്പ് ഉപയോഗിച്ചിരുന്നത് ഷിപ്പുകളിലാണ്, അതുപോലെ പോർട്ടുകളിലും. അങ്ങ് അകലെയുള്ള പോർട്ടുകൾ കാണാൻ വേണ്ടിയും അല്ലെങ്കിൽ അങ്ങ് അകലെയുള്ള ഷിപ്പുകളെ കാണാൻ വേണ്ടിയും ഇത് ഉപയോഗിച്ചിരുന്നു.
ഇന്നത്തെ ചില ബിരുദന്മാർ ഉപയോഗിക്കുന്നത് പോലെ അങ്ങ് അകലെയുള്ള ഒരു സുന്ദരിയെ അവൾ അറിയാതെ നിരീക്ഷിക്കാൻ പോലും ആ കാലഘട്ടത്തിൽ ടെലസ്കോപ്പുകൾ ഉപയോഗിക്കുമായിരുന്നു. എന്നാൽ വളരെ വിചിത്രമായിട്ടുള്ള രീതിയിൽ ഗലീലിയോ ആണ് ആ ടെലസ്കോപ്പിൻ്റെ ഒരു ആപ്ലിക്കേഷൻ കണ്ടെത്തുന്നത്. അദ്ദേഹം വാനനിരീക്ഷണം നടത്തുകയും പ്രകാശത്തിൻ്റെ അനന്തമായിട്ടുള്ള സാധ്യതകളെക്കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോർപ്പസ്കുലാർ തിയറിക്ക് അടിത്തറ പാകുന്നത് ഗലീലിയോ. ആ കാലഘട്ടത്തിൽ അതിന് കോർപ്പസ്കുലാർ തിയറി എന്നൊന്നും പേരില്ല. അദ്ദേഹം കണ്ടെത്തിയത് പ്രകാശം എന്ന് പറയുന്നത് കുറേയധികം പാർട്ടിക്കിൾസിൻ്റെ ഒരു കൂടിച്ചേരലാണ്. പ്രകാശത്തെ ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് ആയിട്ട് നമുക്ക് തിരിക്കാൻ സാധിക്കും. ആ ചെറിയ പാർട്ടിക്കിളൊക്കെ എലാസ്റ്റിക് സ്വഭാവമുള്ള പാർട്ടിക്കിളാണ്. കൂടാതെ ഇത് ഒരു സ്ട്രെയിറ്റ് ലൈൻ അല്ലെങ്കിൽ ഒരു നേർരേഖയായിട്ട് മാത്രമേ സഞ്ചരിക്കുകയുള്ളൂ. അങ്ങനെ കോർപ്പസ്കുലാർ തിയറി വന്നു. പക്ഷേ അതിന് ഏറ്റവും കൂടുതൽ സംഭാവന കൊടുക്കുന്നത്, അതിന് അങ്ങനെ ഒരു പേര് തന്നെ ലഭ്യമാക്കുന്നത് ഐസക് ന്യൂട്ടനാണ്. ഐസക് ന്യൂട്ടൻ പ്രകാശവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുണ്ട്. പ്രകാശവുമായിട്ട് മാത്രമല്ല, ഫിസിക്സുമായി ബന്ധപ്പെട്ട് ഇഷ്ടം പോലെ കണ്ടുപിടുത്തങ്ങളാണ് അദ്ദേഹം ആ കാലഘട്ടത്തിൽ നടത്തിയത്. ഏറ്റവും കൂടുതൽ കണ്ടുപിടുത്തവും അദ്ദേഹം നടത്തിയത് അദ്ദേഹത്തിൻ്റെ ചെറിയ പ്രായത്തിലായിരുന്നു. അദ്ദേഹത്തിന് വളരെ ചെറിയ പ്രായമായിരുന്ന ഘട്ടത്തിൽ യൂറോപ്പിൽ വലിയ രീതിയിൽ ഒരു പകർച്ചവ്യാധി ഉണ്ടായി. അതിനെ തുടർന്ന് എല്ലാവരും ലോക്ക്ഡൗണിലായിരുന്നു. അദ്ദേഹവും ഒറ്റയ്ക്ക് ഒരൊറ്റ വീട്ടിലായിരുന്നു. ആ വീട്ടിൽ ഇരുന്നു കൊണ്ടാണ് അദ്ദേഹം സുപ്രധാനമായിട്ടുള്ള പല കണ്ടുപിടുത്തങ്ങളും നടത്തുന്നത്. പക്ഷേ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്തെന്ന് ചോദിച്ചാൽ, അന്ന് അദ്ദേഹം നടത്തിയിട്ടുള്ള ഒട്ടുമിക്ക കണ്ടുപിടുത്തങ്ങളും തെറ്റായിരുന്നു എന്നാണ് പിന്നീട് ഗവേഷകർ കണ്ടെത്തിയത്. തെറ്റായിരുന്നു എന്ന് പറയുമ്പോൾ അത് പൂർണ്ണമായിട്ടും എഴുതിത്തള്ളാൻ സാധിക്കുകയില്ല. ആ തെറ്റുകൾ തിരുത്തി അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തങ്ങൾ കുറെ കൂടെ മെച്ചമുള്ളതാക്കി മാറ്റുകയായിരുന്നു പിന്നീട് വന്ന ഗവേഷകർ. പക്ഷേ ഒരു കാര്യം നമുക്ക് വ്യക്തമായി തന്നെ പറയാം, ഐസക് ന്യൂട്ടൻ്റെ കാലഘട്ടത്തിൽ മറ്റു ഒരു ഗവേഷകർക്കും നടത്താൻ സാധിക്കാത്തത്ര വിപ്ലവകരമായിട്ടുള്ള കണ്ടുപിടുത്തങ്ങളാണ് അദ്ദേഹം നടത്തിയത്. അന്ന് നൊബേൽ പുരസ്കാരം ഇല്ലാത്തത് കൊണ്ടാണ് അദ്ദേഹത്തിന് നൊബേൽ പ്രൈസ് കിട്ടാതെ പോയത്. ഉണ്ടായിരുന്നെങ്കിൽ നിരവധി നൊബേൽ സമ്മാനങ്ങൾ അദ്ദേഹം വാരിക്കൂട്ടിയേനെ. പക്ഷേ ചില ആളുകൾക്കെങ്കിലും ഒരു വിയോജിപ്പുണ്ടാകും. ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ തന്നെ ജീവിച്ചിരുന്നതാണ് റോബർട്ട് ഹുക്ക് എന്ന ഗവേഷകൻ. എന്നാലും ഞാൻ പറയുകയാണ്, റോബർട്ട് ഹുക്കിനേക്കാൾ ഒരു പടി മുന്നിൽ നിൽക്കുന്നത് ഐസക് ന്യൂട്ടനാണ്. ഐസക് ന്യൂട്ടൻ്റെ ഒരുപാട് തിയറികൾ ഇൻവാലിഡായി പോയെങ്കിലും അദ്ദേഹത്തിൻ്റെ തിയറിയെ റീപ്ലേസ് ചെയ്ത പുതിയ തിയറിയും 2024 നമ്മൾ ഒരു സാധാരണക്കാരനോട് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അയാൾ പറയുക, ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ഗ്രാവിറ്റേഷണൽ തിയറി അല്ലെങ്കിൽ ആ ഗ്രാവിറ്റിയെ വിവരിക്കുന്ന കാര്യം അത് വെറും ഊഹം മാത്രമല്ലേ, ഐസക് ന്യൂട്ടൻ പറഞ്ഞതല്ലേ കൃത്യമായിട്ടുള്ള കാര്യം, ഇങ്ങനെയായിരിക്കും ചിന്തിക്കുക. അതിന് വ്യക്തമായിട്ടുള്ളൊരു കാരണമുണ്ട്. ഐസക് ന്യൂട്ടൻ പറഞ്ഞിരുന്നത് ഒരു എക്സ്പെരിമെൻ്റൽ ഫിസിക്സിൽ ഹൈപ്പോത്തിസിസിന് ഒട്ടും തന്നെ പ്രാധാന്യമില്ലെന്നാണ്. ഒരു പരീക്ഷണം നടത്തുമ്പോൾ അവിടെ ഹൈപ്പോത്തിസിസ് ആവശ്യമില്ല, നമ്മുടെ മുൻപിൽ കാണുന്ന കാര്യങ്ങൾ മാത്രം നമ്മൾ എടുത്താൽ മതി. എന്നാൽ ആൽബർട്ട് ഐൻസ്റ്റീൻ അതിന് നേരെ വിപരീതമായിട്ട് ആണ് കാര്യങ്ങൾ ചെയ്തിരുന്നത്. അദ്ദേഹം എക്സ്പെരിമെൻ്റൽ ഫിസിക്സ് ഒക്കെ ചെയ്തിരുന്നു. അതിനുപരിയായി ഹൈപ്പോത്തിസിസിന് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് തോട്ട് എക്സ്പെരിമെൻറ്റുകളാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ രൂപകൽപ്പന ചെയ്തുകൊണ്ടിരുന്നത്. ഐസക് ന്യൂട്ടൻ്റെ കോർപ്പസ്കുലാർ തിയറിയിലൂടെ അദ്ദേഹം പറയുന്നത് പ്രകാശം ഒരു നേർരേഖയായിട്ടാണ് സഞ്ചരിക്കുന്നത്. അതിനു പുറമെ അത് പദാർത്ഥങ്ങൾ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതാണ്. ഗലീലിയോ പറഞ്ഞതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ സ്വഭാവമുള്ള കോർപ്പസ്ക്യൂൾസ് കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ്. പക്ഷേ അതിനും കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ക്രിസ്ത്യൻ ഹ്യൂഗെയിൻ മറ്റൊരു കാര്യം പറഞ്ഞിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഒരിക്കലും ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് പോകുന്ന പദാർത്ഥമല്ല പ്രകാശം, മറിച്ച് അതൊരു വേവാണെന്ന്. ക്രിസ്ത്യൻ ഹ്യൂഗെയിൻ ചുമ്മാ അങ്ങനെ പറയുകയായിരുന്നില്ല. അതിനു മുൻപ് ഡൈഫ്രാക്ഷൻ എന്ന ഒരു പ്രോപ്പർട്ടി മറ്റൊരു ഗവേഷകൻ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നും മോട്ടിവേറ്റഡ് ആയിട്ടാണ് അദ്ദേഹം ഇങ്ങനൊരു പ്രപ്പോസിഷൻ നടത്തിയത്. ഒരു ഇറ്റാലിയൻ ഗവേഷകനായ ഫ്രാൻസിസ്കോ മരിയ ഗ്രിമാൽഡിയാണ് ഡൈഫ്രാക്ഷനുമായി ബന്ധപ്പെട്ട് ശാസ്ത്ര പ്രബന്ധം പബ്ലിഷ് ചെയ്യുന്നത്. പക്ഷേ അത് പബ്ലിഷായി വരുന്നത് അദ്ദേഹം മരിച്ച് 2 വർഷങ്ങൾ കൂടി കഴിഞ്ഞ് 1665 എ ഫിസിക്കൽ തീസിസ് ഓൺ ലൈറ്റ്, കളർ ആൻഡ് ദ റെയിൻബോ എന്നാണ് ആ പ്രബന്ധത്തിൻ്റെ പേര്. ഒരു എക്സ്പെരിമെൻ്റൽ സെറ്റപ്പിലാണ് അദ്ദേഹം ആ ഒരു ഗവേഷണ പ്രബന്ധം എഴുതുന്നത്. ഒരു ഇരുണ്ട മുറി, ആ ഇരുണ്ട മുറിയിലേക്ക് പ്രകാശം കടന്നു വരാനായി മില്ലിമീറ്ററിൻ്റെ വലിപ്പത്തിൽ മാത്രമുള്ള ഒരു ചെറിയ സുഷിരമുണ്ട്. ആ സുഷിരത്തിലൂടെ പ്രകാശം ഇരുണ്ട മുറിയിലേക്ക് അരിച്ചിറങ്ങുമ്പോൾ അവിടെ ഒരു കോണിൻ്റെ രൂപത്തിലായിരിക്കും പ്രകാശം വന്നു ചേരുക. അതിൻ്റെ ഉള്ളിലേക്ക്, ആ കോണിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഒരു ഒപ്പേക്കായിട്ടുള്ള ഒബ്ജക്റ്റിനെ കൊണ്ടുവരുന്നു. ഒപ്പേക്ക് എന്ന് പറഞ്ഞാൽ
പ്രകാശത്തെ ഒരു കാരണവശാലും അകത്തേക്ക് കടത്തിവിടാത്ത ഒരു ഒബ്ജക്റ്റ്. ബാർ ഒബ്ജക്റ്റിനെയാണ് ആദ്യം അദ്ദേഹം കൊണ്ടുവരുന്നത്. ബാർ ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു റിമോട്ട് കൺട്രോൾ പോലെ ഈ ഷേപ്പിൽ ഉള്ള ഒരു ഒബ്ജക്റ്റ്. ഇങ്ങനൊരു ഒബ്ജക്റ്റ് അദ്ദേഹം ആ പ്രകാശത്തിനിടയിൽ വെച്ചപ്പോൾ അദ്ദേഹത്തിന് നിഴൽ കാണാൻ സാധിച്ചു അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ. പക്ഷേ ആ നിഴലിന് ഈ ബാറിൻ്റെ അതേ ഷേപ്പിലുള്ള അല്ലെങ്കിൽ ഈ റിമോട്ടിൻ്റെ അതേ ഷേപ്പിലുള്ള ഒരു ഷാഡോ അല്ല കാണാൻ കഴിഞ്ഞത്. മറിച്ച് അത് അല്പം ബ്ലറായിട്ടുള്ള ഒരു ഷാഡോ ആയിരുന്നു, കൃത്യമായിട്ടുള്ള ബോർഡറുള്ള ഷാഡോ അല്ല. അതിൻ്റെ അർത്ഥം പ്രകാശം അതിൻ്റെ അതിർത്തിയിലെത്തുമ്പോൾ ചെറിയ രീതിയിൽ ഒന്ന് വളയുന്നുണ്ട്. അതാണ് ഡൈഫ്രാക്ഷൻ. ഡൈഫ്രാക്ഷനെക്കുറിച്ച് നേരത്തെ തന്നെ കണ്ടെത്തിയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ അത് ഈ ഒരു പ്രകാശത്തിൻ്റെ കേസിലല്ല, അത് ഫ്ലൂയിഡുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ദ്രാവകവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ആയിട്ടാണ് കണ്ടെത്തിയിട്ടുള്ളത്. മുമ്പ് കണ്ടെത്തിയതനുസരിച്ച് ഒരു ജലം പുഴയിലൂടെ ഒഴുകിപ്പോവുകയാണെന്ന് കരുതുക. അങ്ങനെ ഒഴുകിപ്പോകുമ്പോൾ അവിടെ എവിടെയെങ്കിലും ഒരു പാറയുണ്ടെങ്കിൽ ആ പാറയുടെ ഭാഗത്ത് എത്തിച്ചേരുമ്പോൾ ആ ജലം ഉണ്ടാക്കുന്ന വേവ്സ് അല്ലെങ്കിൽ തിര അത് വളഞ്ഞു പോകുന്നതാണ്. ആ പാറയ്ക്കനുസരിച്ച് വളഞ്ഞു പോകും. ഈ രണ്ട് കാര്യങ്ങൾ കൂടി ചേർത്ത് വെച്ചിട്ട് ഗ്രിമാൽഡി പറഞ്ഞത് പ്രകാശം ഒരിക്കലും ഒരു ഫ്ലൂയിഡല്ല, പക്ഷേ ഫ്ലൂയിഡിൻ്റെ സ്വഭാവം അത് കാണിക്കുന്നുണ്ട്. അതിൻ്റെ പിന്നിൽ എന്തോ ഒരു രഹസ്യമുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് 1690 ക്രിസ്ത്യൻ ഹ്യൂഗെയിൻ വേവ് തിയറി പ്രപ്പോസ് ചെയ്യുന്നത്. പിന്നീട് കുറച്ചധികം വർഷങ്ങൾ കഴിഞ്ഞ് 1801 തോമസ് യങ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റിലൂടെ അത് പ്രാക്ടിക്കലി തെളിയിക്കുകയും ചെയ്തു. പിന്നെയും കുറച്ചധികം വർഷങ്ങൾ കഴിഞ്ഞ് 1873 സൂപ്പർ സ്റ്റാർ ജെയിംസ് ക്ലാർക്ക് മാക്സ്വെലിൻ്റെ വരവ്. അദ്ദേഹത്തെ ഇലക്ട്രോ മാഗ്നറ്റിസത്തിൻ്റെ രാജാവെന്ന് തന്നെ വിശേഷിപ്പിക്കണം. കാരണം അത്രയധികം പ്രാധാന്യമാണ് അപ്ലൈഡ് ഇലക്ട്രോ മാഗ്നറ്റിക് തിയറിയിൽ ജെയിംസ് ക്ലാർക്ക് മാക്സ്വെലിനുള്ളത്. നിങ്ങളൊരു പക്ഷേ BSc ഇലക്ട്രോണിക്സോ അല്ലെങ്കിൽ BTech ഇലക്ട്രോണിക്സോ ഒക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ ഈ ഒരു സബ്ജക്റ്റ് കേട്ടിട്ടുണ്ടായിരിക്കും. ആ സബ്ജക്റ്റിൽ ജെയിംസ് ക്ലാർക്ക് മാക്സ്വെലിൻ്റെ പ്രാധാന്യമർഹിക്കുന്ന 3 സമവാക്യങ്ങളുണ്ട്. ആ 3 സമവാക്യങ്ങളില്ലെങ്കിൽ ഈ ശാസ്ത്രം പോലുമില്ല. നമുക്ക് ഇങ്ങനൊരു ആശയവിനിമയം പോലും നടത്താൻ സാധിക്കുകയില്ല. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അസാധ്യമായിട്ടുള്ളൊരു കാര്യമായി മാറിയേനെ, അത്രയും പ്രാധാന്യമുണ്ട്. ഇലക്ട്രോ മാഗ്നറ്റിസത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അത് നമുക്ക് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ സാധിക്കത്തില്ല. ഈ വീഡിയോയുടെ ദൈർഘ്യം ഇപ്പോൾ തന്നെ നല്ല രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട്. അവിടേക്ക് ഞാൻ ഈ ഒരു തിയറി കൂടെ കൊണ്ടുവരുന്നില്ല. ഇത് ഞാൻ മറ്റൊരു അവസരത്തിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അവതരിപ്പിക്കാം. ഇപ്പോൾ ഞാൻ കുറച്ചധികം വർഷം പിന്നിലേക്ക് പോകണം. കാരണം ഞാൻ കുറേ ഇങ്ങ് മുന്നിലേക്ക് വന്ന് 1873 എത്തിച്ചേർന്നു. നമ്മൾ എവിടെയാണ് നിർത്തിയത്? നമ്മൾ നിർത്തിയത് ക്രിസ്ത്യൻ ഹ്യൂഗെയിനും ഐസക് ന്യൂട്ടണും തമ്മിലുള്ള ഒരു തർക്കത്തിലാണ്. ക്രിസ്ത്യൻ ഹ്യൂഗെയിൻ പറയുന്നു വേവിൻ്റെ സ്വഭാവമാണ് ഈ പ്രകാശത്തിനുള്ളത്. ഐസക് ന്യൂട്ടൺ പറയുന്നു അല്ല, അതിന് പാർട്ടിക്കിളിൻ്റെ സ്വഭാവമാണ് ഉള്ളത്. രണ്ടു പേർക്കും രണ്ടുപേരുടേതായിട്ടുള്ള കാരണങ്ങളുമുണ്ട്. രണ്ടും കൃത്യമായിട്ടുള്ള ഒരു കാരണവുമാണ്. ക്രിസ്ത്യൻ ഹ്യൂഗെയിൻ്റെ തിയറിയാണ് കൂടുതൽ തെളിവുകൾ ലഭ്യമായിട്ടുള്ളത്. പക്ഷേ കൂടുതൽ ആളുകളും അക്സെപ്റ്റ് ചെയ്യുന്നത് ഐസക് ന്യൂട്ടൻ്റെ തിയറിയാണ് ആ ഘട്ടത്തിൽ. കാരണം ഈ പറഞ്ഞിരിക്കുന്ന ആരാണ്? സാക്ഷാൽ ഐസക് ന്യൂട്ടനാണ്. അപ്പോൾ ഐസക് ന്യൂട്ടൻ്റെ അത്രയും ക്രിസ്ത്യൻ ഹ്യൂഗെയിൻ വരില്ല. അതുകൊണ്ട് മാത്രം ക്രിസ്ത്യൻ ഹ്യൂഗെയിൻ്റെ വേവ് തിയറിക്ക് വലിയ പ്രാധാന്യം കിട്ടുന്നില്ല. എങ്കിൽ പോലും ഒരുപാട് പേർ അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം അത് തെറ്റാണെന്ന് തെളിയിക്കാൻ ആർക്കും സാധിക്കുന്നില്ല. ന്യൂട്ടൻ്റെ കാര്യവും തെറ്റാണെന്ന് തെളിയിക്കാൻ സാധിക്കുന്നില്ല. പക്ഷേ ഇവിടുത്തെ ഏറ്റവും വിചിത്രമായിട്ടുള്ള കാര്യം ഐസക് ന്യൂട്ടൺ ഒരിക്കലും പറഞ്ഞിട്ടില്ല ക്രിസ്ത്യൻ ഹ്യൂഗെയിൻ്റെ വേവ് തിയറി തെറ്റാണെന്ന്. അദ്ദേഹം പറഞ്ഞത് പ്രകാശത്തിന് ഇങ്ങനൊരു സ്വഭാവമുണ്ടെന്നാണ്, പാർട്ടിക്കിൾ നേച്ചർ ഉണ്ടെന്നാണ്. ഐസക് ന്യൂട്ടൺ ഡെസ്കാർട്ടസ് പറഞ്ഞ ഒരു കാര്യത്തെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഡെസ്കാർട്ടസ് പറഞ്ഞത് പ്രകാശം ഇൻസ്റ്റൻറ്റേനിയസ് ആയിട്ട് വരുന്നതാണെന്ന്. അതായത് സൂര്യനിൽ നിന്നും പ്രകാശം ഉണ്ടാകുന്ന ആ ഇൻസ്റ്റൻറ്റിൽ തന്നെ അത് ഭൂമിയിൽ എത്തിച്ചേരും. അതിന് യാത്ര ചെയ്യാനായിട്ട് പ്രത്യേക സമയമൊന്നും ആവശ്യമില്ല. പക്ഷേ ഇപ്പോൾ നമുക്കറിയാം ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷമാണ് ആ പ്രകാശം നമ്മളിലേക്ക് എത്തിച്ചേരുന്നതെന്ന്. ആസ്ട്രോഫിസിക്സിൽ ന്യൂക്ലിയോ സിന്തസിസ് എന്ന് പറയുന്ന ഒരു പേപ്പറുണ്ട്. നിരവധി സമവാക്യങ്ങളൊക്കെ ഉള്ള വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പേപ്പറാണ്. എൻ്റെ PhDയുടെ ഭാഗമായിട്ട് ഞാനത് പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ആറ്റം ഉണ്ടാകുന്നത് എന്നതാണ് ഈ ന്യൂക്ലിയോ സിന്തസിസിൻ്റെ അടിസ്ഥാനം. ഇതെല്ലാം ഉണ്ടാകുന്നത് നക്ഷത്രങ്ങളുടെ ഉള്ളിലാണ്. അങ്ങനെ നക്ഷത്രങ്ങളുടെ ഉള്ളിലുണ്ടാകുന്ന പ്രകാശം അതിൻ്റെ കോറിൽ നിന്നും അതിൻ്റെ സർഫസിലേക്ക് എത്തിച്ചേരാൻ ലക്ഷക്കണക്കിന് വർഷങ്ങൾ വേണ്ടിവരും. പിന്നീട് അതിൻ്റെ സർഫസിൽ നിന്നും അല്ലെങ്കിൽ ഫോട്ടോസ്ഫിയറിൽ നിന്നും നമ്മുടെ ഭൂമിയിലേക്ക് എത്തിച്ചേരാൻ 8 മിനിറ്റും 20 സെക്കൻഡുകളും വേണ്ടിവരുമെന്ന് ശാസ്ത്രീയമായിട്ട് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്.
ഐസക് ന്യൂട്ടൻ്റെയും ഡെസ്കാർട്ടയുടെയും ആ പ്രൊപ്പോസിഷൻസ് തെറ്റായിരുന്നു. 1810 ശേഷം പ്രകാശവുമായി ബന്ധപ്പെട്ട് വളരെയധികം പ്രാധാന്യം അറിയിക്കുന്ന ഒരു എക്സ്പെരിമെൻ്റ് നടക്കുന്നത് കുറച്ച് വർഷങ്ങൾ കൂടി കഴിഞ്ഞ് 1839 ആൻ്റണി ബെക്വറലും അദ്ദേഹത്തിൻ്റെ മകൻ എഡ്മണ്ട് ബെക്വറലും ചേർന്നിട്ടാണ് ഈ എക്സ്പെരിമെൻ്റ് നടത്തിയത്. ആൻ്റണി ബെക്വറൽ എന്ന് കേൾക്കുമ്പോൾ മേരി ക്യൂറിയുടെ ഒപ്പവും പേരി ക്യൂറിയുടെ ഒപ്പവും റേഡിയോ ആക്ടിവിറ്റിയുടെ കണ്ടെത്തലിന് നൊബേൽ പുരസ്കാരം കിട്ടിയ ആൻ്റണി ഹെൻറി ബെക്വറലുമായിട്ട് തെറ്റിപ്പോകരുത്. രണ്ട് ആൾക്കാരാണ്, പക്ഷേ ഇവർ രണ്ടുപേരും തമ്മിലൊരു ബന്ധമുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞിരിക്കുന്ന 1839 പരീക്ഷണം നടത്തിയ ആൻ്റണി ബെക്വറലിൻ്റെ കൊച്ചുമകനാണ് ആൻ്റണി ഹെൻറി ബെക്വറൽ. ഇപ്പോൾ പരീക്ഷണം നടത്തുന്ന ആൻ്റണി ബെക്വറൽ അദ്ദേഹത്തിൻ്റെ മകനായ എഡ്മണ്ട് ബെക്വറലുമായിട്ട് ചേർന്നിട്ടാണ് ആ പരീക്ഷണം നടത്തുന്നത്. ഒന്ന് ചിന്തിച്ച് നോക്കിയേ, ഒരു കുടുംബത്തിൽ തന്നെ എത്ര പ്രഗത്ഭരായിട്ടുള്ള ഗവേഷകരാണ്. നമുക്ക് ആ പരീക്ഷണത്തിലേക്ക് വരാം. ഇവർ രണ്ടുപേരും 2 ഇലക്ട്രോഡുകൾ ഒരു ലിക്വിഡ് അല്ലെങ്കിൽ ഒരു ദ്രാവകത്തിൻ്റെ ഉള്ളിൽ മുക്കി വെച്ചു. ആ ലിക്വിഡിന് കണ്ടക്ടിവിറ്റി ഉണ്ട്. ശേഷം അവിടേക്ക് ഒരു ഫ്ലാഷ് ലൈറ്റ് കൊടുത്തപ്പോഴാണ് അവർക്ക് അത്ഭുതകരമായിട്ടുള്ള ആ കാഴ്ച കാണാൻ സാധിച്ചത്. എന്ത് കാഴ്ച? നേരിട്ട് ഞാൻ ആ എക്സ്പെരിമെൻറ്റ് പറയുന്നില്ല, എല്ലാവർക്കും മനസ്സിലാകാനായിട്ട് ഒരു വളരെ സിമ്പിളായിട്ടുള്ള ഒരു എക്സാമ്പിൾ ഞാനിവിടെ കൊടുക്കുകയാണ്. ആ എക്സാമ്പിളിൽ നമുക്ക് ഒരു ബസർ എടുക്കാം. ബസർ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ക്വിസ് കോമ്പറ്റീഷനിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ബസർ. ആ ബസർ ഒരു ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ഒരു ബാറ്ററി ഇല്ലെങ്കിൽ പ്രവർത്തിക്കില്ല. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് പ്രവർത്തിക്കുന്നത്. ഒരു ബസർ നമ്മൾ എടുക്കുന്നു. ആ ബസറിൽ 2 വയറുകളുണ്ട്. സാധാരണഗതിയിൽ ആ 2 വയറുകൾ പോകേണ്ടത് നമ്മുടെ സ്വിച്ച് ബോർഡിലേക്കാണ്, അല്ലെങ്കിൽ ബാറ്ററിയുടെ പോസിറ്റീവിലേക്ക് നെഗറ്റീവിലേക്കുമാണ്. പക്ഷേ ഇവിടെ നമ്മൾ ആ 2 സ്ഥലത്തേക്കും കണക്ട് ചെയ്യാതെ 2 ഇലക്ട്രോഡിലേക്ക് കണക്ട് ചെയ്യുന്നു. ആ ഇലക്ട്രോഡ് പരസ്പരം കണക്ട് ചെയ്തിട്ടില്ല, അതിലേക്ക് വൈദ്യുതിയൊന്നും വരുന്നില്ല. എന്നാൽ ഈ 2 ഇലക്ട്രോഡിൻ്റെയും ഇടയിൽ കണ്ടക്ടിവിറ്റി ഉള്ള ഒരു ലിക്വിഡുണ്ട്, അല്ലെങ്കിൽ ഒരു ദ്രാവകമുണ്ട്. ശേഷം അവിടേക്ക് നമ്മൾ ഒരു ഫ്ലാഷ് ലൈറ്റ് കൊടുക്കുകയാണെങ്കിൽ ആ ബസർ പ്രവർത്തിക്കും. അത്ഭുതകരമായിട്ടുള്ളൊരു കണ്ടുപിടുത്തമാണ്. പക്ഷേ എങ്ങനെയാണ് ആ ബസർ പ്രവർത്തിക്കുന്നതെന്ന് ഈ 2 ഗവേഷകർക്കും അന്ന് കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. ആ പ്രതിഭാസം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചില്ലെങ്കിൽ പോലും ഒരു വലിയ കണ്ടുപിടുത്തം അവിടെ സംഭവിച്ചിരിക്കുന്നു. ഇതാണ് ഫോട്ടോ വോൾട്ടായിക് എഫക്റ്റ്. ഇത് തന്നെയാണ് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന സോളാർ പാനലിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള തത്വം. സോളാർ എനർജിയുടെ ഉദയം അല്ലെങ്കിൽ ജന്മം 1839 നടന്ന ഈ ഒരു എക്സ്പെരിമെൻറ്റിലൂടെ ആയിരുന്നു. പിന്നീട് അതിൻ്റെ ഉത്തരം കണ്ടെത്തുന്നത് 48 വർഷങ്ങൾക്ക് ശേഷം 1887 ഒരു ജർമ്മൻ ഫിസിസിസ്റ്റായ ഹെൻറിച്ച് റുഡോൾഫ് ഹെർട്സിലൂടെ ആയിരുന്നു. ഹെർട്സ് വളരെ പ്രശസ്തനാണ്. അദ്ദേഹത്തെ പ്രശസ്തനാക്കുന്നത് ഹെർട്സിയൻ വേവ്സിലൂടെയാണ്. ഹെർട്സിയൻ വേവ്സ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാകില്ല, എന്നാൽ റേഡിയോ വേവ്സ് അല്ലെങ്കിൽ റേഡിയോ തരംഗങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാകും. അതിൻ്റെ തുടക്കക്കാരൻ ഈ പറയുന്ന ഹെർട്സ് തന്നെയാണ്. ഹെർട്സിലൂടെയാണ് പിന്നെ മാർക്കോണി റേഡിയോ കണ്ടുപിടിക്കുന്നത്. ഹെർട്സ് ഒരു പരീക്ഷണത്തിലൂടെ മനസ്സിലാക്കിയത് ഒരു പ്രകാശം ഒരു മെറ്റലിലേക്ക് പ്രത്യേക ഇൻറ്റൻസിറ്റിയിൽ പതിപ്പിക്കുകയാണെങ്കിൽ ആ മെറ്റൽ അടങ്ങിയിരിക്കുന്ന ഇലക്ട്രോൺസ് അതിൽ നിന്നും വെളിയിലേക്ക് വരും. ഇലക്ട്രോൺസ് വെളിയിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ അവിടെ വൈദ്യുതിയുടെ സഞ്ചാരം ഉണ്ടാകുമെന്നാണ്. ഇതാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. വലിയൊരു കണ്ടുപിടുത്തം തന്നെയാണ്. ഇതിന് പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞ് നൊബേൽ പുരസ്കാരം വരെ ലഭ്യമായി. പക്ഷേ ഹെർട്സിനല്ല ഈ പുരസ്കാരം ലഭിച്ചത്. ഇത് ലഭിച്ചത് ആൽബർട്ട് ഐൻസ്റ്റീനാണ്. ഹെർട്സിന് ലഭിക്കാതെ എങ്ങനെയാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ പുരസ്കാരം ലഭിച്ചത്? അതിന് നമുക്ക് 2 കാരണങ്ങൾ പറയാം. ഒരു കാരണം, ഹെർട്സിൻ്റെ കാലഘട്ടത്തിൽ നൊബേൽ പുരസ്കാരം ഉണ്ടായിരുന്നില്ല. 1901 മുതലാണ് നൊബേൽ പുരസ്കാരം കൊടുത്തു തുടങ്ങിയത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഹെർട്സ് കണ്ടുപിടിച്ചിട്ടുള്ള ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിന് ഒരു പ്രശ്നമുണ്ട്. പ്രശ്നമെന്ന് പറയുന്നത്, ഇതിൽ ഒരു പ്രത്യേക ഇൻറ്റൻസിറ്റിയിലുള്ള പ്രകാശം വന്ന് പതിക്കുമ്പോൾ മാത്രമാണ് അവിടെ നിന്നും ഇലക്ട്രോൺ വെളിയിലേക്ക് വരുന്നത്. കുറഞ്ഞ ഇൻറ്റൻസിറ്റി ആണെങ്കിൽ ആ ഇലക്ട്രോൺ വെളിയിലേക്ക് വരുന്നതല്ല, കൂടിയ ഇൻറ്റൻസിറ്റി തന്നെ വേണം. ഒരു പ്രത്യേക കട്ട് ഓഫ് വാല്യൂ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ത്രഷോൾഡ് വാല്യൂ ഉണ്ട്. ആ വാല്യൂവിന് മുകളിലാണെങ്കിൽ ഇലക്ട്രോൺ വെളിയിലേക്ക് വരും, വൈദ്യുതി ഉണ്ടാകും. അതിന് താഴെയാണെങ്കിൽ ഇലക്ട്രോൺ വെളിയിലേക്ക് വരില്ല, വൈദ്യുതി ഉണ്ടാവുകയില്ല. ഇതൊരു വലിയ പ്രശ്നമാണ്. ഇതൊരു വലിയ പ്രശ്നമാണെന്ന് മാത്രമല്ല, ഇവിടെ ഒരു വലിയ തെറ്റുമുണ്ട്. ആ തെറ്റ് മനസ്സിലാക്കി ആ പ്രശ്നത്തെ സോൾവ് ചെയ്യുന്നത് പിന്നീട് ആൽബർട്ട് ഐൻസ്റ്റീൻ ആയിരുന്നു. ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ആ ഒരു കണ്ടുപിടുത്തത്തിലേക്ക് വരാം. പക്ഷേ അതിനിടയിൽ കുറേയധികം സംഭവ വികാസങ്ങൾ നടക്കുന്നുണ്ട്.
അതിലൂടെ കടന്നു പോയാൽ മാത്രമാണ് നമുക്ക് ഈ ആൽബർട്ട് ഐൻസ്റ്റീനിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. 1824 അയർലൻഡിൽ ജനിച്ച ഒരു ഫിസിസിസ്റ്റായ വില്യം തോംസൺ ഫസ്റ്റ് ബോറോൺ കെൽവിൻ അല്ലെങ്കിൽ ലോർഡ് കെൽവിൻ, അദ്ദേഹം തെർമോഡൈനാമിക്സുമായി ബന്ധപ്പെട്ട് ഒരുപാട് പഠനങ്ങൾ നടത്തിയിട്ടുള്ള ഒരു ഫിസിസിസ്റ്റാണ്. തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞ പേര് കേൾക്കുമ്പോൾ നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. അത് ഹീറ്റ് എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഠനമാണ്. നമ്മൾ ഒരു ഗ്ലാസ് ചൂട് ചായ എടുത്തു കഴിഞ്ഞാൽ ആ ചായയുടെ മുകളിൽ, ആ ചായ തൊടാതെ അതിൻ്റെ മുകളിലെ വായുവിൽ നമ്മുടെ കൈ കൊണ്ടുപോയി വെച്ചാൽ നമ്മുടെ കയ്യിൽ ആ ചൂട് അനുഭവപ്പെടാൻ സാധിക്കും. അതാണ് തെർമോഡൈനാമിക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഠനം. ഇങ്ങനെ ചൂടിൻ്റെ സ്വഭാവം അനുസരിച്ച് അതെങ്ങനെയാണ് സഞ്ചരിക്കുന്നത്, അത് ഒരിടത്തു നിന്നും മറ്റൊരിടത്തോട്ട് പോകുന്നത് എങ്ങനെയാണ്, അത്തരത്തിലുള്ള പഠനങ്ങളാണ് അദ്ദേഹം ചെയ്യുന്നത്. അദ്ദേഹം സോളിഡ് അല്ലെങ്കിൽ ഖരരൂപത്തിലുള്ള ഹീറ്റിൻ്റെ ഈ എക്സ്ചേഞ്ചിനെ കുറിച്ചാണ് പഠിക്കുന്നത്. പ്രധാനമായിട്ടും ഹീറ്റും ടെമ്പറേച്ചറും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് പഠിക്കുന്നു. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഹീറ്റും ടെമ്പറേച്ചറും ഒന്ന് തന്നെയാണ്. ഹീറ്റ് ഉള്ളപ്പോഴും ടെമ്പറേച്ചർ ഉള്ളപ്പോഴും നമ്മളതിനെ ഹീറ്റെന്നോ അല്ലെങ്കിൽ ടെമ്പറേച്ചറെന്നോ പറയും. എന്നാൽ രണ്ടും തമ്മിൽ വലിയ വ്യത്യാസം തന്നെ ഉണ്ട്. ഇദ്ദേഹത്തിന് മുൻപ് തന്നെ 1702 ഗുലോമി അമോൻടോൺസ് എന്ന ഗവേഷകൻ വായുവിൽ അല്ലെങ്കിൽ വാതകങ്ങളിലുള്ള ഹീറ്റിൻ്റെയും ടെമ്പറേച്ചറിൻ്റെയും വ്യത്യാസത്തെക്കുറിച്ച് പഠിച്ചിരുന്നു. അദ്ദേഹം പ്രഷറും ടെമ്പറേച്ചറും തമ്മിലുള്ള വ്യത്യാസവും പഠിച്ചിരുന്നു. പ്രഷർ കൂടുന്നതനുസരിച്ച് ടെമ്പറേച്ചർ കുറയുന്നതാണ്, പ്രഷർ കുറയുന്നതനുസരിച്ച് ടെമ്പറേച്ചർ കൂടുന്നതുമാണ്. സോളിഡ് സ്റ്റേറ്റിലുള്ള ഇത്തരത്തിലെ പഠനങ്ങളാണ് ലോർഡ് കെൽവിൻ നിലവിൽ നടത്തുന്നത്. ഹീറ്റും ടെമ്പറേച്ചറും തമ്മിലുള്ള വ്യത്യാസം നമുക്കൊരു സാധാരണക്കാരൻ്റെ ഭാഷയിൽ പറയാം. ഒരു പൂത്തിരി നമുക്ക് അതിനു വേണ്ടി ഉദാഹരണമായിട്ട് എടുക്കാം. പല കുട്ടികൾക്കും പൂത്തിരി ഉപയോഗിക്കാൻ വലിയ ഭയമാണ്. കാരണം അതിൽ നിന്ന് വെളിയിലേക്ക് വരുന്നത് തീപ്പൊരിയാണല്ലോ. ആ തീപ്പൊരിയുടെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഏകദേശം 1000 ഡിഗ്രി സെൽഷ്യസ് ആണ്. സത്യമാണ്, 1000 ഡിഗ്രി സെൽഷ്യസ് ഉണ്ട്. പക്ഷേ അത് നമ്മുടെ കയ്യിൽ ഒരുപാട് തവണ വീണിട്ടുണ്ട്. നമ്മളത് തിരിച്ചറിഞ്ഞിട്ട് പോലുമില്ല. എന്താണ് അതിൻ്റെ കാരണം? അതിൻ്റെ കാരണം അതിലടങ്ങിയിരിക്കുന്ന ഹീറ്റ് അല്ലെങ്കിൽ ഹീറ്റ് എനർജി വളരെയധികം തുച്ഛമാണ്. ചെറിയൊരു അളവിൽ മാത്രമാണ് അതിൽ ഹീറ്റ് ഉള്ളത്, പക്ഷേ വലിയ ടെമ്പറേച്ചറുണ്ട്. കാരണം ആ ഒരു തീപ്പൊരി എന്ന് പറയുന്നത് വളരെ ചെറിയ മൈന്യൂട്ടായിട്ടുള്ളൊരു ഭാഗത്ത് മാത്രം കേന്ദ്രീകരിച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അത് നമുക്ക് തിരിച്ചറിയാൻ പോലും സാധിക്കുന്നതല്ല. നമുക്ക് പൊള്ളൽ എന്ന് പറയുന്ന ഒരു അനുഭവം ഉണ്ടാകുന്നത് വലിയ അളവിലുള്ള ഹീറ്റ് എനർജി ഉണ്ടാകുമ്പോൾ മാത്രമാണ്, ടെമ്പറേച്ചർ കൂടുതലായതുകൊണ്ടല്ല. ലോർഡ് കെൽവിന് മുൻപ് ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ നടത്തിയിരുന്ന ഒരു ഫ്രഞ്ച് ഫിസിസിസ്റ്റാണ് നിക്കോളാസ് ലെനോർഡ് കാർനറ്റ്. കാർനറ്റിൻ്റെ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ ലോർഡ് കെൽവിൻ 1848 ഒരു കാര്യം പ്രപ്പോസ് ചെയ്തു: അബ്സല്യൂട്ട് ടെമ്പറേച്ചർ സ്കെയിൽ. അന്നുവരെ ആരും പ്രപ്പോസ് ചെയ്തിട്ടില്ലാത്ത ഒരു സ്കെയിൽ. ആ കാലഘട്ടത്തിലൊക്കെ ഡിഗ്രി സെൽഷ്യസ് ഉണ്ട്, പക്ഷേ ഡിഗ്രി സെൽഷ്യസ് ഒരു റഫറൻസ് ബോഡി വെച്ചിട്ടാണ് താപനില അളക്കുന്നത്. ജലമാണ് അവിടുത്തെ റഫറൻസ് ബോഡി. ജലം തിളയ്ക്കുന്ന താപനിലയാണ് 100 ഡിഗ്രി സെൽഷ്യസ്. ജലം ഐസായിട്ട് മാറുന്ന താപനിലയാണ് 0 ഡിഗ്രി സെൽഷ്യസ്. ഈ റഫറൻസിൻ്റെ അടിസ്ഥാനത്തിൽ ബാക്കിയുള്ള സകല വസ്തുക്കളുടെയും താപനില നമ്മൾ ഡിഗ്രി സെൽഷ്യസിൽ അനലൈസ് ചെയ്യുന്നു. പക്ഷേ തെർമോഡൈനാമിക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഠനങ്ങളിൽ ഇത് ഉപയോഗിക്കുന്നത് അത്ര ഉചിതമായിട്ടുള്ള ഒരു കാര്യമല്ല. അതിന് പകരമായി കൊണ്ടുവന്നതാണ് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ അല്ലെങ്കിൽ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ സ്കെയിൽ. ഇപ്പോൾ നമ്മൾ അതിനെ കെൽവിൻ സ്കെയിൽ എന്നൊക്കെയാണ് പറയുന്നത്. ഈ സ്കെയിൽ അനുസരിച്ച് 0 കെൽവിൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അബ്സല്യൂട്ട് 0 എന്ന് പറയുന്നത് ഒരു ബോഡിയിലുള്ള സകല ഊർജവും ഇല്ലാതെയാകുമ്പോഴാണ്. അതിലൊരു ഊർജവും ഇല്ലെങ്കിൽ അത് 0 കെൽവിൻ. പക്ഷേ പ്രപഞ്ചത്തിൽ അങ്ങനെ ഒരു ഊർജവുമില്ലാത്ത ഒരു വസ്തുവിനെയും നമുക്ക് കണ്ടെടുക്കാൻ സാധിക്കുകയില്ല. അങ്ങനെ കണ്ടെടുക്കുകയാണെങ്കിൽ, എന്തെങ്കിലും കണ്ടുപിടിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കാൻ പോകുന്നത് ആൽബർട്ട് ഐൻസ്റ്റീൻ ആയിരിക്കും. ആൽബർട്ട് ഐൻസ്റ്റീൻ നീൽ ബോറിനെ കളിയാക്കുമെന്ന് 100% ഉറപ്പാണ്. കാരണം ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ അവസാന കാലഘട്ടങ്ങളിൽ, അവസാനത്തെ ഒരു 30 വർഷത്തോളം അദ്ദേഹം നടത്തിയിരുന്നത് ഹൈസൻബർഗിൻ്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ തെറ്റാണെന്ന് തെളിയിക്കാൻ വേണ്ടിയാണ്. അദ്ദേഹം ആ സമയത്തൊക്കെ പോരാടിക്കൊണ്ടിരുന്നത് നീൽ ബോറുമായിട്ടാണ്. രണ്ടുപേരും വലിയ സുഹൃത്തുക്കളാണെങ്കിൽ പോലും ധാരാളം തർക്കങ്ങൾ ഈ ഒരു പഠനത്തിൻ്റെ പേരിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ അനുസരിച്ച് ഒരു ഇലക്ട്രോണിൻ്റെ വേഗത കൃത്യമായിട്ട് അളക്കാൻ പോകുമ്പോൾ അതിൻ്റെ പൊസിഷൻ അല്ലെങ്കിൽ സ്ഥാനം നമുക്ക് കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. അതിൻ്റെ സ്ഥാനം കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ വേഗത കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കുകയില്ല.
എന്നാൽ അങ്ങനെ സാധിക്കുമെന്ന് തെളിയിക്കാൻ ശ്രമിച്ച വ്യക്തിയാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ. അതൊരിക്കലും സാധിക്കുകയില്ല എന്ന് പറഞ്ഞ ആളാണ് നീൽ ബോർ. ഈ പറയുന്ന 0 കെൽവിനിലുള്ള ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് എവിടെ നിന്നെങ്കിലും നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആൽബർട്ട് ഐൻസ്റ്റീൻ വിജയിക്കും, നീൽ ബോറും ഹൈസൻബർഗും പരാജയപ്പെടും. പക്ഷേ ഇതുവരെയും അങ്ങനെ പരാജയപ്പെട്ടിട്ടില്ല. നിലവിലുള്ള ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇനിയും അവർ പരാജയപ്പെടാൻ പോകുന്നുമില്ല. ലോർഡ് കെൽവിൻ 1900 ഏപ്രിൽ മാസം 27 റോയൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഗ്രേറ്റ് ബ്രിട്ടനിൽ ഒരു പ്രഭാഷണം നടത്തി. ആ പ്രഭാഷണത്തിൽ അദ്ദേഹം പറഞ്ഞത്, ഫിസിക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള സകല കണ്ടുപിടുത്തങ്ങളും നമ്മൾ നടത്തി കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് വേണ്ടത് കൃത്യതയാണ്. ആ കൃത്യതയ്ക്ക് തടസ്സമായി നിൽക്കുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈതർ നിലനിൽക്കുന്നുണ്ടോ ഇല്ലയോ എന്നതാണ്. രണ്ടാമത്തത്, ബ്ലാക്ക് ബോഡിയിൽ നിന്ന് വെളിയിലേക്ക് വരുന്ന റേഡിയേഷനെ കൃത്യമായിട്ട് അളക്കാൻ സാധിക്കാത്തതാണ്. ഈ പറഞ്ഞ കാര്യം 100% കൃത്യമായിരുന്നു. ഇത് രണ്ടും പിന്നീട് നമുക്ക് തെളിയിക്കാൻ സാധ്യമായി. തെളിയിച്ചതോടുകൂടി ശരിക്കും ഒരു വിപ്ലവം തന്നെയാണ് ഫിസിക്സിൽ ഉണ്ടായത്. ഈതർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രാചീന കാലത്തുണ്ടായിരുന്ന ഒരു സങ്കല്പമാണ്. ആ സങ്കല്പം പിന്നീട് വർഷങ്ങളോളം സയൻസിനെ നശിപ്പിക്കുകയുണ്ടായി. ഈ പ്രപഞ്ചം മുഴുവനും വ്യാപിച്ചു നിൽക്കുന്ന അദൃശ്യമായിട്ടുള്ള ഒരു പദാർത്ഥമായിട്ടാണ് ഈതറിനെ വിശേഷിപ്പിക്കുന്നത്. ആ ഈതറിലൂടെയാണ് പ്രകാശം സഞ്ചരിക്കുന്നതെന്നാണ് ഗവേഷകർ നേരത്തെ പറഞ്ഞിരുന്നത്. പക്ഷേ അത് തെറ്റാണെന്ന് ആൽബർട്ട് ഐൻസ്റ്റീൻ തെളിയിച്ചു. അതാണ് പിന്നീട് ജനറൽ റിലേറ്റിവിറ്റി തിയറിയായി മാറിയത്. അതുപോലെ തന്നെ ബ്ലാക്ക് ബോഡിയിൽ നിന്ന് വരുന്ന റേഡിയേഷൻ, ആ റേഡിയേഷനെ കൃത്യമായിട്ട് അളക്കാൻ മാക്സ് പ്ലാങ്കിന് സാധ്യമായി. അതോടുകൂടി പുതിയ ഒരു ശാസ്ത്ര മേഖല തന്നെ ഉണ്ടായി, ക്വാണ്ടം ഫിസിക്സ്. അങ്ങനെയാണ് ഉണ്ടായത്. പ്രകാശവുമായിട്ട്, പ്രകാശത്തിൻ്റെ സ്വഭാവവുമായിട്ട് ഈ 2 കാര്യങ്ങൾക്കും വലിയ പ്രസക്തിയുണ്ട്. അതാണ് നമ്മൾ നേരെ ലോർഡ് കെൽവിനിലേക്ക് എത്തിച്ചേർന്നത്. ഇവിടെ നിന്നും നമുക്ക് ഈ 2 മേഖലകളിലേക്കും സഞ്ചരിക്കാം. നമുക്ക് ആദ്യം മാക്സ് പ്ലാങ്കിനെ കുറിച്ചും ബ്ലാക്ക് ബോഡിയെക്കുറിച്ചും പറയാം. മാക്സ് പ്ലാങ്ക് അതിപ്രശസ്തനായിട്ടുള്ള ഒരു ഗവേഷകനാണെങ്കിലും 1890കളിൽ അദ്ദേഹം ആറ്റം ഇല്ല എന്ന് വിശ്വസിച്ചിരുന്ന വ്യക്തിയാണ്. എന്നാൽ ആ 1890കളുടെ അവസാന ഘട്ടത്തിൽ ആറ്റം ഉണ്ടെന്ന് തെളിവുകളുടെ സഹായത്താൽ പ്രൂവ് ചെയ്യാൻ സാധിച്ചു. അതോടുകൂടി അദ്ദേഹം ആറ്റത്തിൽ വിശ്വസിക്കാൻ തുടങ്ങി. ആറ്റം ഉണ്ട് എന്ന് എങ്ങനെയാണ് തെളിയിക്കപ്പെട്ടതെന്ന് ഞാൻ മുമ്പൊരു വീഡിയോയിലൂടെ വിവരിച്ചിട്ടുള്ളതാണ്. ദൈർഘ്യമേറിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. താല്പര്യമുള്ളവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്, ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം, പരിശോധിക്കുക. ബ്ലാക്ക് ബോഡി എന്ന് പറയുന്നത് ഒരു ഹൈപ്പത്തറ്റിക്കൽ ബോഡിയാണ്. യഥാർത്ഥത്തിൽ അങ്ങനൊരു ബോഡി ഇല്ല. പക്ഷേ ശാസ്ത്രീയമായിട്ടുള്ള പഠനത്തിന് ഉപകരിക്കാൻ വേണ്ടി അങ്ങനൊരു ഹൈപ്പത്തറ്റിക്കൽ ബോഡി ഉള്ളതായിട്ട് നമ്മൾ സങ്കല്പിക്കുന്നു. കറുപ്പ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു നിറമല്ല, നിറങ്ങളുടെ അഭാവമാണ്. കറുപ്പെന്ന് പറയുമ്പോൾ അതിലേക്ക് വരുന്ന എല്ലാ പ്രകാശത്തെയും അത് ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്നു. അതായത് നിറമൊന്നും അവിടെ ഇല്ല. അതാണ് നമുക്ക് കറുപ്പായിട്ട് കാണാൻ സാധിക്കുന്നത്. പൂർണ്ണമായിട്ടും ഇരുണ്ടതെന്ന് പറയാൻ സാധിക്കുന്നത് ഈ ബ്ലാക്ക് ബോഡിയാണ്. അതിലേക്ക് വരുന്ന സകല ഊർജ്ജത്തെയും അത് ഉള്ളിലേക്ക് വലിച്ചെടുക്കും. അതുകൊണ്ട് തന്നെയാണ് അതിന് ബ്ലാക്ക് ബോഡി എന്ന പേര് കൊടുത്തിരിക്കുന്നത്. എല്ലായ്പ്പോഴും അത് ഊർജ്ജത്തെ വലിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ ഒരു ഘട്ടം കഴിയുമ്പോൾ ആ ബ്ലാക്ക് ഹോളിൻ്റെ താപനില വർദ്ധിക്കും. താപനില ഒരു പ്രത്യേക ലെവലിലേക്ക് എത്തിച്ചേരുമ്പോൾ അത് ഉള്ളിലേക്ക് പ്രകാശം അല്ലെങ്കിൽ ഈ റേഡിയേഷൻ എടുക്കുന്നതിന് പകരം അതിൻ്റെ ഉള്ളിൽ നിന്നും വെളിയിലേക്ക് റേഡിയേഷൻ വരും. അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമുക്കൊരു ഉദാഹരണം എടുക്കാം. ഏതൊരു വസ്തുവും ചൂടാക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക താപം കഴിയുമ്പോൾ അതിൽ നിന്നും വെളിയിലേക്ക് റേഡിയേഷൻ വരും. ഒരു ഇരുമ്പെടുത്ത് നമ്മൾ നന്നായിട്ട് ചൂടാക്കുക. നിങ്ങൾ പലപ്പോഴും സിനിമകളിലെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കും, കൊല്ലൻ്റെ ആലയിൽ ആയുധങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇരുമ്പ് ചൂടാക്കുന്നത്. അപ്പോൾ അവിടെ നിന്നും ചുവന്ന നിറം നമുക്ക് കാണാൻ സാധിക്കും. ചുവന്ന പ്രകാശം ആ താപം കാരണം അവിടെ സൃഷ്ടിക്കപ്പെടുകയാണ്. അതെല്ലാത്തിനും ബാധകമാണ്. പക്ഷേ ഇരുമ്പിനെ നമുക്ക് വലിയൊരു ഉയർന്ന താപനിലയിലേക്ക് കൊണ്ടുപോകാതെ തന്നെ അതിൽ നിന്ന് പ്രകാശം സൃഷ്ടിക്കാൻ സാധിക്കും. ബാക്കിയുള്ള എല്ലാത്തിനും സാധ്യമാകും, പക്ഷേ അതിനൊക്കെ കൂടുതൽ ഊർജം വേണം. ഇരുമ്പ് പിന്നെയും ചൂടാക്കുകയാണെങ്കിൽ ആ ചുവപ്പ് നിറം മാറി അത് വെള്ള നിറമായിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ ബ്ലാക്ക് ബോഡിയിലും ഇത് ബാധകമാകേണ്ടതല്ലേ? എല്ലാ വസ്തുക്കളിലും ഒരു പ്രത്യേക ചൂട് വരുമ്പോൾ വെളിയിലേക്ക് റേഡിയേഷൻ വരുമെങ്കിൽ ബ്ലാക്ക് ബോഡിയിലും ഒരു പ്രത്യേക താപം വരുമ്പോൾ വെളിയിലേക്ക് റേഡിയേഷൻ വരും. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഗവേഷകർ ക്ലാസിക്കൽ ഫിസിക്സ് ഉപയോഗിച്ച്
അതിൻ്റെ വാല്യൂ എത്രമാത്രം ഊർജ്ജമാണ് വെളിയിലേക്ക് കൊണ്ടുവരുന്നതെന്ന് അല്ലെങ്കിൽ വെളിയിലേക്ക് അത് റേഡിയേറ്റ് ചെയ്യുന്നതെന്ന് കണ്ടെത്താൻ ശ്രമിച്ചു. ശരിക്കും ഞെട്ടിപ്പോയി ഗവേഷകർ. കാരണം കിട്ടിയ ഉത്തരം ഇൻഫിനിറ്റിയാണ്. ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് എത്രയാണെന്ന് പോലും പറയാൻ സാധിക്കാത്ത അത്ര തീവ്രമായിട്ടുള്ള അളവിലുള്ള ഊർജ്ജം. അങ്ങനൊരു ഊർജ്ജം വരികയാണെങ്കിൽ നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള എല്ലാ ശാസ്ത്രവും തെറ്റിപ്പോകും. ഊർജ്ജത്തെ ഒരിക്കലും നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കത്തില്ല. ഉള്ള ഊർജ്ജത്തെ നമുക്ക് ഒരു സ്റ്റേറ്റിൽ നിന്നും മറ്റൊരു സ്റ്റേറ്റിലേക്ക് മാറ്റാൻ മാത്രമേ കഴിയുകയുള്ളൂ. പക്ഷേ ബ്ലാക്ക് ബോഡിയുടെ ഈ ഒരു പ്രശ്നം കാരണം ഊർജ്ജം അവിടെ പുതുതായിട്ട് ഉണ്ടായി വരികയാണ്. എന്തായാലും അതിലേക്ക് വന്നു ചേർന്ന റേഡിയേഷൻസ് എല്ലാം ഇൻഫിനിറ്റി അല്ല, അതിന് ഒരു കൃത്യമായിട്ടുള്ള അളവുണ്ടായിരിക്കും. എന്നാൽ അവിടെ നിന്ന് വെളിയിലേക്ക് വരുന്നത് ഇൻഫിനിറ്റി ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഇത് സോൾവ് ചെയ്യാനായിട്ട് നമ്മളെ ശരിക്കും സഹായിക്കുന്നത് മുൻപ് പറഞ്ഞ ലോർഡ് കെൽവിൻ മുന്നോട്ട് വെച്ച കെൽവിൻ സ്കെയിലാണ്. കാരണം അബ്സല്യൂട്ട് ടെമ്പറേച്ചറുമായിട്ട് ഇതിനൊരു റിലേഷൻ ഉണ്ട്. ഡിഗ്രി സെൽഷ്യസുമായിട്ട് ഒരിക്കലും ഇതിനൊരു റിലേഷൻ വരില്ല. കാരണം ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് ഒരു ബോഡിയുമായിട്ട് നേരിട്ട് ബന്ധമുള്ളതല്ല, ബ്ലാക്ക് ബോഡിയുമായിട്ട് നേരിട്ട് ബന്ധമുള്ളതല്ല. അത് ജലമെന്ന റെഫറൻസ് ബോഡിയുമായിട്ട് ബന്ധമുള്ളതാണ്. അത് വെച്ചിട്ട് നമുക്കൊരു റിലേഷൻ എടുക്കാൻ സാധിക്കുകയില്ല. കെൽവിൻ്റെ ആ ഒരു കണ്ടെത്തൽ, അബ്സല്യൂട്ട് സ്കെയിൽ എന്ന കണ്ടെത്തൽ ഇവിടെ നമുക്ക് പ്രയോജനം ചെയ്തു. പക്ഷേ ഇവിടുത്തെ ഒരു വലിയ പ്രശ്നമെന്ന് പറയുന്നത്, ഈ കാര്യങ്ങൾ ശരിയാണെങ്കിൽ ഒരു ക്യാമ്പ് ഫയറിൻ്റെ മുൻപിൽ നിന്ന് നമുക്ക് ഡാൻസ് ചെയ്യാൻ സാധിക്കില്ല. കാരണം അവിടെ നിന്ന് കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്നവരെല്ലാം മരിച്ചു പോകും. കാരണം അവിടെ നിന്ന് വെളിയിലേക്ക് വരുന്ന റേഡിയേഷൻ അത്രമാത്രം കൂടുതലായിരിക്കും. റേഡിയേഷനും വേവ് ലെങ്തും തമ്മിൽ ഒരു റിലേഷനുണ്ട്. അത് രണ്ടും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. വേവ് ലെങ്ത് കുറവാണെങ്കിൽ അവിടെ നിന്നും കൂടുതൽ റേഡിയേഷൻ വരും. വേവ് ലെങ്ത് കൂടുതലാണെങ്കിൽ അതിൽ നിന്നും കുറച്ച് മാത്രം റേഡിയേഷനേ വരികയുള്ളൂ. വിബ്ജ്യോർ നിങ്ങൾക്കറിയാമല്ലോ. വയലറ്റ്, ഇൻഡിഗോ എന്നും തുടങ്ങി റെഡ് വരെ വരുന്ന 7 നിറങ്ങൾ. അത് നമുക്ക് മഴവില്ലിൽ കാണാൻ സാധിക്കുന്ന 7 നിറങ്ങളാണ്. അതിലെ വയലറ്റ് എന്ന് പറയുന്ന ആ നിറത്തിന് അല്ലെങ്കിൽ ആ ഒരു സ്പെക്ട്രത്തിന് ഉയർന്ന അളവിലുള്ള ഫ്രീക്വൻസി ഉണ്ട്. ഉയർന്ന അളവിലുള്ള ഫ്രീക്വൻസി ഉണ്ടെങ്കിൽ അവിടുത്തെ വേവ് ലെങ്ത് അല്ലെങ്കിൽ തരംഗ ദൈർഘ്യം എന്ന് പറയുന്നത് കുറവായിരിക്കും. ഫ്രീക്വൻസി കൂടുതലാണെങ്കിൽ തരംഗ ദൈർഘ്യം കുറവായിരിക്കും. അതായത് വയലറ്റിന് തരംഗ ദൈർഘ്യം കുറവാണ്. വയലറ്റ് വലിയ അളവിലുള്ള റേഡിയേഷന് കാരണമായി മാറും. കാരണം ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞല്ലോ, വേവ് ലെങ്തും അത് ഉൽപ്പാദിപ്പിക്കുന്ന റേഡിയേഷനും തമ്മിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. വേവ് ലെങ്ത് വളരെയധികം കുറവാണെങ്കിൽ അവിടെ നിന്ന് വരുന്ന റേഡിയേഷൻ വളരെയധികം കൂടുതലായിരിക്കും. വയലറ്റിൽ നിന്നും റൈറ്റിലേക്ക് പോകുമ്പോൾ ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ ഒക്കെ നമുക്ക് കിട്ടും. റെഡ് കിട്ടും. റെഡ് കഴിഞ്ഞാൽ പിന്നെ ഇൻഫ്രാ റെഡാണ്. അതൊക്കെ നമുക്ക് കിട്ടും. അവിടെയൊന്നും ഈ ഒരു പ്രശ്നമില്ല. അവിടെയൊക്കെ വേവ് ലെങ്തും ഈ റേഡിയേഷനും തമ്മിലുള്ള റിലേഷനിൽ ഒരു തകരാറുമില്ല. അവിടെ നിന്ന് വരുന്ന ഊർജ്ജമൊക്കെ നമുക്ക് അപകടമുള്ള ഒരു ഊർജ്ജമല്ല. പക്ഷേ ഈ വയലറ്റിന് ശേഷം വരുന്ന, വയലറ്റ് മുതൽ അങ്ങോട്ട് വരുന്നത്, വയലറ്റ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് അൾട്രാ വയലറ്റാണ്. UV റേഡിയേഷൻ എന്നൊക്കെ നമ്മൾ പറയും. ആ UV റേഡിയേഷനിലൊക്കെ അതിമാരകമായിട്ടുള്ള റേഡിയേഷൻ ആയിരിക്കും സൃഷ്ടിക്കപ്പെടുക. അവിടെ ഒരു വലിയ തകരാറുണ്ട്. ഈ തകരാറിനെയാണ് ഒരു ഓസ്ട്രേലിയൻ ഫിസിസിസ്റ്റായ പോൾ എഹർഫസ്റ്റ് അൾട്രാ വയലറ്റ് കാറ്റോസ്ട്രോഫി എന്ന് വിശേഷിപ്പിച്ചത്. മാക്സ് പ്ലാങ്ക് ആണ് ഈ ഒരു ക്ലാസിക്കൽ ഫിസിക്സിൻ്റെ സമവാക്യത്തിൽ വലിയ പിശകുണ്ടെന്ന് കണ്ടെത്തിയത്. അദ്ദേഹം ആ സമവാക്യത്തെ പൊളിച്ചെഴുതി പുതിയൊരു സമവാക്യം ഉണ്ടാക്കി. ആ സമവാക്യത്തിലൂടെ കൃത്യമായിട്ട് ബ്ലാക്ക് ബോഡി എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻ എത്രയാണെന്ന് മെഷർ ചെയ്തു. അതിന് പിന്നീട് അദ്ദേഹത്തിന് നൊബേൽ പുരസ്കാരവും ലഭ്യമായി. മാക്സ് പ്ലാങ്കിൻ്റെ ഈ കണ്ടെത്തലിന് മുകളിൽ വേറെയും ചില പഠനങ്ങൾ നടത്തിയിട്ടുള്ള ആൽബർട്ട് ഐൻസ്റ്റീനും പിന്നീട് 1921 നൊബേൽ പുരസ്കാരം ലഭിച്ചു. മാക്സ് പ്ലാങ്കിൻ്റെയും ആൽബർട്ട് ഐൻസ്റ്റീൻ്റെയും ഈ ശാസ്ത്രീയമായിട്ടുള്ള കണ്ടെത്തലുകളെക്കുറിച്ചൊക്കെ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ജീവചരിത്രം വിവരിക്കുന്ന വീഡിയോ സീരീസിൽ ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അത് കണ്ടിട്ടില്ലാത്തവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. മാക്സ് പ്ലാങ്ക് അദ്ദേഹം കൊണ്ടുവന്ന സമവാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഹൈപ്പോത്തസിസ് മുന്നോട്ട് വെച്ചു. ആ ഹൈപ്പോത്തസിസ് അനുസരിച്ച് ഒരു ബ്ലാക്ക് ബോഡി വെളിയിലേക്ക് എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു റേഡിയേഷൻ അല്ല, പാക്കറ്റുകളായിട്ടുള്ള റേഡിയേഷനാണ്. അതിനെ അദ്ദേഹം ക്വാണ്ടം ഓഫ് എനർജി എന്ന് വിശേഷിപ്പിച്ചു. അല്ലെങ്കിൽ ക്വാണ്ടം, അതുമല്ലെങ്കിൽ ക്വാണ്ട. ഇത് ലാറ്റിൻ ഭാഷയിൽ വരുന്ന ഒരു വാക്കാണ്. ഇതിൻ്റെ അർത്ഥം എത്രമാത്രം എന്നാണ്. അതായത് എത്രമാത്രം ഊർജ്ജം എന്നാണ്. ഈക്വൽ അളവിലുള്ള
ഊർജ്ജം അടങ്ങിയിട്ടുള്ള പാക്കറ്റുകളാണ് റേഡിയേഷനായിട്ട് ബ്ലാക്ക് ബോഡിയിൽ നിന്ന് വരുന്നതെന്നാണ് മാക്സ് പ്ലാങ്ക് കണ്ടെത്തിയത്. ഇതൊരു വലിയ തെളിവാണ് പ്രകാശം എന്ന് പറയുന്നത് പാർട്ടിക്കിൾ സ്വഭാവം അല്ലെങ്കിൽ പദാർത്ഥത്തിൻ്റെ സ്വഭാവമുള്ളതാണെന്നുള്ള തെളിവ്. പക്ഷേ അതിനും കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് 1810 തോമസ് യങ് ശാസ്ത്രീയമായിട്ട് തെളിയിച്ചതാണ് പ്രകാശത്തിന് തരംഗ സ്വഭാവമാണ് ഉള്ളതെന്ന്. ഇനിയും നമ്മുടെ ഈ വീഡിയോയുടെ അവസാന ഘട്ടമാണ്. ഇത് രണ്ടും ചേർന്ന് ഒന്നാണെന്ന് തെളിയിക്കപ്പെടുന്നത് ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ കണ്ടെത്തലോടുകൂടിയാണ്. 1905 എന്ന് പറയുന്ന വർഷം ആൽബർട്ട് ഐൻസ്റ്റീനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമർഹിക്കുന്ന വർഷമാണ്. ആ വർഷം അദ്ദേഹം ഒരു പേറ്റന്റ് ഓഫീസിലെ ക്ലർക്കായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ഘട്ടത്തിൽ ആ വർഷം അദ്ദേഹത്തിൻ്റെ ഭാര്യയായ മെലേവ മെറിച്ചിൻ്റെ സഹായത്താൽ അദ്ദേഹത്തിന് 4 ശാസ്ത്ര പ്രബന്ധങ്ങൾ പബ്ലിഷ് ചെയ്യാൻ സാധ്യമായി. അതിൽ ഒരു പ്രബന്ധം ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രബന്ധമായിരുന്നു. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിനും മാക്സ് പ്ലാങ്കിൻ്റെ ക്വാണ്ട ബ്ലാക്ക് ബോഡിയിൽ നിന്ന് വരുന്ന ക്വാണ്ടയും തമ്മിൽ ഒരു ബന്ധമുണ്ടെന്ന് ആൽബർട്ട് ഐൻസ്റ്റീന് വ്യക്തമായിരുന്നു. അത് തെളിയിക്കാനായിട്ട് അദ്ദേഹം ചില എക്സ്പെരിമെൻറ്റുകളൊക്കെ നടത്തി. ആ എക്സ്പെരിമെൻറ്റുകളുടെ അടിസ്ഥാനത്തിൽ മുൻപുണ്ടായിരുന്ന ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൻ്റെ വലിയ പ്രശ്നം സോൾവ് ചെയ്യപ്പെടുകയായിരുന്നു. നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുള്ള പ്രശ്നമാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. ഒരു മെറ്റലിലേക്ക് പ്രകാശം വന്ന് പതിക്കുമ്പോൾ അതിൽ നിന്നും ഇലക്ട്രോൺസ് വെളിയിലേക്ക് വരും, അതായത് വൈദ്യുതി ഉണ്ടാകും. എന്നാൽ ഒരു പ്രത്യേക ഇൻറ്റൻസിറ്റിയിലുള്ള പ്രകാശം വരുമ്പോൾ മാത്രമേ അങ്ങനെ ഇലക്ട്രോൺസ് വരികയുള്ളൂ. അതിന് താഴെയുള്ള ഇൻറ്റൻസിറ്റി ആണെങ്കിൽ വെളിയിലേക്ക് ഒരു ഇലക്ട്രോണും വരില്ല. അതിൻ്റെ റീസൺ എന്താണെന്ന് കണ്ടെത്താൻ സാധിച്ചില്ല. എന്നാൽ ഐൻസ്റ്റീൻ പറഞ്ഞു അത് തെറ്റാണ്. കുറഞ്ഞ ഇൻറ്റൻസിറ്റി ആണെങ്കിലും കൂടിയ ഇൻറ്റൻസിറ്റി ആണെങ്കിലും അവിടെ ഇലക്ട്രോൺ വരും. പക്ഷേ ആദ്യഘട്ടങ്ങളിലൊക്കെ ഗവേഷകർ നടത്തിയിട്ടുള്ള കുറഞ്ഞ ഇൻറ്റൻസിറ്റിയുള്ള പ്രകാശത്തിൻ്റെ ഫ്രീക്വൻസി കുറവായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് അവർ ഇൻറ്റൻസിറ്റിയുടെ പ്രശ്നമാണെന്ന് മനസ്സിലാക്കിയത്. ശരിക്കും പ്രശ്നം ഇൻറ്റൻസിറ്റിക്കല്ല, ഫ്രീക്വൻസിക്കാണ്. കുറഞ്ഞ ഫ്രീക്വൻസി ആണെങ്കിൽ അതിൻ്റെ ഊർജം കുറവായിരിക്കും. അതിലടങ്ങിയിരിക്കുന്ന പാക്കറ്റ് പ്രകാശം പാക്കറ്റുകൾ കൊണ്ട് അല്ലെങ്കിൽ ക്വാണ്ട കൊണ്ട് നിർമ്മിതമാണെങ്കിൽ ആ ക്വാണ്ടയുടെ അളവ്, അതിലടങ്ങിയിരിക്കുന്ന ഊർജത്തിൻ്റെ അളവ് അത് വളരെ കുറവാണ്. ഉയർന്ന ഫ്രീക്വൻസി ആണെങ്കിൽ ഉയർന്ന ഊർജമുള്ള ക്വാണ്ട അല്ലെങ്കിൽ പാക്കറ്റുകൾ, അതുമല്ലെങ്കിൽ ഫോട്ടോൺസ് ആയിരിക്കും അതിൽ ഉണ്ടായിരിക്കുക. ഉയർന്ന അളവിൽ ഊർജ്ജം അടങ്ങിയിട്ടുള്ള ഫോട്ടോൺസ് വന്ന് പതിക്കുന്നത് കൊണ്ടാണ് ഇലക്ട്രോണ് അവിടെ നിന്നും വെളിയിലേക്ക് വരുന്നത്. കുറഞ്ഞ ഫ്രീക്വൻസി ആണെങ്കിൽ അത് ഉയർന്ന ഇൻറ്റൻസിറ്റിയോ കുറഞ്ഞ ഇൻറ്റൻസിറ്റിയോ ആയിക്കോട്ടെ, കുറഞ്ഞ ഫ്രീക്വൻസി ആണെങ്കിൽ എന്തായാലും അതിലടങ്ങിയിരിക്കുന്ന ഫോട്ടോൺസിലെ ഊർജം അല്ലെങ്കിൽ അതിലടങ്ങിയിരിക്കുന്ന ക്വാണ്ട അത് വളരെ കുറവായിരിക്കും. അത് കുറവായതുകൊണ്ട് തന്നെ ഈ മെറ്റലിൽ അടങ്ങിയിരിക്കുന്ന ഇലക്ട്രോൺസിനെ വെളിയിലേക്ക് കൊണ്ടുവരാൻ അതിന് സാധ്യമാകുന്നില്ല. ഒരു വലിയ കണ്ടുപിടുത്തമാണ് പ്രകാശമെന്ന് പറയുന്നത്. ഒരേ സമയത്ത് തരംഗ സ്വഭാവമുള്ളതാണ്, അതുപോലെ തന്നെ അത് പാർട്ടിക്കിൾ നേച്ചർ ഉള്ളതുമാണ്. അതിനെ നമുക്ക് തരംഗ സ്വഭാവത്തിൻ്റെ രീതിയിലും എടുക്കാം, പാർട്ടിക്കിൾ നേച്ചറിലും എടുക്കാം. തരംഗ സ്വഭാവത്തിൽ എടുക്കേണ്ടത് പ്രത്യേക ആപ്ലിക്കേഷനുകളിലാണ്. അപ്പോൾ നമുക്ക് വേവ് മോഡൽ ഉപയോഗിക്കാം. എന്നാൽ പാർട്ടിക്കിൾ സ്വഭാവം ഉള്ളത് എടുക്കേണ്ടത് ഒരു പ്രത്യേക ആപ്ലിക്കേഷനിലായിരിക്കും. ആ ഘട്ടത്തിൽ മാത്രം നമുക്ക് പാർട്ടിക്കിൾ സ്വഭാവമുള്ള അതിൻ്റെ പ്രോപ്പർട്ടി ഉപയോഗിക്കാം. ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ഈ കണ്ടെത്തൽ ആദ്യമൊന്നും ഗവേഷകർ കാര്യമായിട്ടൊന്നും എടുത്തിരുന്നില്ല. കാരണം ഈ കണ്ടെത്തൽ ജെയിംസ് ക്ലർക്ക് മാക്സ്വെല്ലിൻ്റെ കണ്ടെത്തലുമായിട്ട് കോൺട്രാഡിക്റ്റ് ചെയ്യുന്നുണ്ട്. വർഷങ്ങൾക്ക് മുൻപ് മാക്സ്വെൽ പറഞ്ഞത് ഇലക്ട്രോ മാഗ്നറ്റിക് തരംഗം കണ്ടിന്യൂസ് ആണെന്നാണ്, അത് പാക്കറ്റ്സ് ആയിട്ടല്ല പോകുന്നതെന്നാണ്. പക്ഷേ ആൽബർട്ട് ഐൻസ്റ്റീൻ എക്സ്പെരിമെൻറ്റിൽ ഇത് പ്രൂവ് ചെയ്തതാണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ വെറും ഒരു ക്ലർക്ക് ആയതുകൊണ്ടും മറ്റേത് ജെയിംസ് ക്ലർക്ക് മാക്സ്വെൽ എന്ന് പറയുന്ന ഇലക്ട്രോ മാഗ്നറ്റിസത്തിൻ്റെ രാജാവായതുകൊണ്ടും മാത്രം ആളുകൾ ഇത് സ്വീകരിച്ചില്ല. പക്ഷേ എന്നും ഇത് അവഗണിക്കാൻ സാധിക്കത്തില്ല. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ 1921 ആയപ്പോഴേക്കും ആൽബർട്ട് ഐൻസ്റ്റീന് നൊബേൽ പുരസ്കാരം കൊടുക്കേണ്ടി വന്നു ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്ന ആ മഹത്തായ കണ്ടെത്തലിന്. എന്താണ് പ്രകാശമെന്നുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഒരുപാട് റെഫറൻസുകൾ ഉപയോഗിച്ചിട്ട് കുറേ അധികം നേരം കഷ്ടപ്പെട്ട് നിർമ്മിച്ച ഒരു വീഡിയോ ആണ്. തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം അത് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എല്ലാ കമൻറ്റുകളും ഞാൻ വായിച്ച് റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും.